ദൈവജനത്തിനിടയിൽ വേണ്ടത്ര ഊന്നിപ്പറയാത്ത ഒരു വാക്ക് സ്ഥിരോത്സാഹം എന്നതാണ്. ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചവരും പിന്നീട് വീണുപോയവരുമല്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഒരു യഥാർത്ഥ ദൈവവേദയിൽ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ഇത്തരം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ദൈവം വിശ്വാസികളുടെ ഉള്ളിലാണ് ജീവിക്കുന്നതെന്നും അവസാനം വരെ കർത്താവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്നും തിരുവെഴുത്തുകൾ വ്യക്തമാക്കും. ഫിലിപ്പിയർ 1:4 നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്നു. ദൈവഹിതം ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങളെ നിലനിർത്തുന്നു. ലോകത്തിലോ നിങ്ങളുടെ പ്രശ്നങ്ങളിലോ അല്ല. നിങ്ങളുടെ കണ്ണുകൾ കർത്താവിലേക്ക് തിരിക്കുക. പ്രാർത്ഥന കൂടാതെ നിങ്ങളുടെ വിശ്വാസ യാത്രയിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. ദൈവത്തിന്റെ വാതിലിൽ മുട്ടുന്നത് നിർത്തരുതെന്ന് പഠിപ്പിക്കുവാൻ യേശു നമുക്ക് ഉപമകൾ നൽകി. നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടരുത്. നമ്മളെല്ലാവരും ആഴ്ചകളും മാസങ്ങളും ഇതിന് വർഷങ്ങളോളം ചിലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലെ സ്ഥിരോത്സാഹം ഗൗരവ സ്വഭാവത്തെ കാണിക്കുന്നു. ഏറ്റവും നല്ല സമയത്ത് മികച്ച രീതിയിൽ ദൈവം ഉത്തരം നൽകുന്നു. പരീക്ഷണ വേളകളിൽ മാത്രമല്ല, കാര്യങ്ങളെല്ലാം നന്നായി നടക്കുമ്പോഴും നാം പ്രാർത്ഥനയിൽ തുടരണം. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ പ്രാർത്ഥന യോദ്ധാക്കളായിരിക്കുക. ദൈവരാജ്യത്തിൽ മുന്നേറാനുള്ള വഴികൾ, മാർഗനിർദ്ദേശങ്ങൾ, ദൈനംദിന ശക്തീകരണം, സഹായിക്കുന്നവരായിരിക്കുന്നതിൽ, നന്ദിയുള്ളവരായിരിക്കുന്നതിൽ, ഇതുപോലുള്ള കാര്യങ്ങളിൽ ദൃഢനിശ്ചയമുള്ളവരായി നിലയുറപ്പിക്കുക. സ്ഥിരോത്സാഹം നല്ല സ്വഭാവത്തെയും കർത്താവുമായി അടുത്ത ബന്ധത്തെയും കെട്ടിപ്പടുക്കുന്നു. നമ്മുടെ ലക്ഷ്യം സ്ഥിരോത്സാഹത്തിൽ തുടരുന്നതാണ്. ഒടുവിൽ സർവശക്തൻ നമ്മുടെ പരിശ്രമങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.